ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഇന്നിപ്പോ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇപ്പൊ സമയം 9 മണി ആകുന്നുള്ളൂ. നമുക്ക് ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യൂബറിനെതിരെ ചെറിയൊരു സൂചനാ പണി കൂടെ കാണാം. തീരെ റേറ്റ് കുറവാണ്. അപ്പൊ റേറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള ചെറിയൊരു സൂചനാ പണി കൂടെ കാണാം. അപ്പൊ നമ്മള് 7 മണി മുതൽ 10 മണി വരെ നമ്മൾ ഓഫ്ലൈനിൽ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ 9 മണി ആയുള്ളൂ. നമുക്ക് CNG അടിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ 9 മണി ആയപ്പോ ഇറങ്ങി CNG ഒക്കെ അടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം. 10 മണിയാകുമ്പോൾ നമുക്ക് ഓൺലൈൻ ആകാം. കാരണം തീരെ റേറ്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ മിനിമം ചാർജ് 172, 170 ഒക്കെ ആയിരുന്നു. കാരണം ഞാൻ ഓടുന്ന കാലം മുതൽ 170 ആയിരുന്നു. അതിന് മുന്നേ എത്രയായിരുന്നു എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ 170 ഇപ്പൊ വന്ന് അത് 112, 110, 90 രൂപയുടെ വരെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരമാണ്. തീരെ റേറ്റ് കുറച്ചിട്ട് ആളെ പിടിക്കാനുള്ള ഒരു മാർഗമാണ്. ഇപ്പൊ ഞാനാണെങ്കിലും എല്ലാരും ആണെന്ന് പറഞ്ഞാലും നമുക്ക് 10 രൂപ കുറച്ച് കിട്ടുന്ന ആപ്പ് എല്ലാരും ഉപയോഗിക്കുള്ളൂ. അപ്പൊ എല്ലാരും യൂബറിലോട്ട് വരും. യൂബറിനല്ല, എല്ലാ ആപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഇന്നിപ്പോ ഞാന് ഒരാളൊരു ഇപ്പൊ ഒരു 150 രൂപ ട്രിപ്പ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആൾ 140 രൂപ ട്രിപ്പ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ കമ്പനികൾ തമ്മിൽ മത്സരമാണ്. അപ്പൊ ഇതിനകത്ത് പെട്ടുപോകുന്ന കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഡ്രൈവർമാരാണ്. കാരണം നമ്മൾ ഇത്രയും 10-14 ലക്ഷം രൂപ കൊടുത്ത് ഈ വണ്ടി എടുത്തിട്ടിട്ട് നമ്മൾ അവര് തരുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഓടാൻ നിർബന്ധിതനാകുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓടാതിരിക്കാൻ പറ്റത്തില്ല. ബാങ്കിൽ പൈസ അടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കിട്ടുന്ന എന്തെങ്കിലും ആട്ടം നേരത്തെ എടുത്തോണ്ട് ഓടുക എന്നുള്ളതാണ്. അപ്പൊ തിരിച്ച് കമ്പനിക്ക് ലാഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അവരെത്ര റേറ്റ് കുറച്ചാലും കമ്പനിക്ക് കിട്ടേണ്ട കമ്മീഷൻ കമ്പനിക്ക് കിട്ടും. കമ്പനിയുടെ കമ്മീഷൻ കുറവ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കമ്പനിക്ക് കമ്മീഷൻ കുറയുന്നുമില്ല, നമുക്കാണ് തിരിച്ചടി കിട്ടുന്നത്. കാരണം നമുക്ക് നമ്മുടെ റേറ്റ് കുറച്ചിട്ട് കമ്പനിക്ക് കമ്മീഷൻ കുറവൊന്നുമില്ല. ആ കറക്റ്റ് കമ്മീഷൻ കമ്പനിക്ക് കിട്ടും. നമ്മൾ കുറച്ചോടിയാലും കൂടുതലാലും കമ്മീഷൻ കമ്പനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഒരു സൂചനാ പണി മുടക്ക് എന്ന രീതിയിൽ ഇന്ന് ഒരു 7 മണി മുതൽ 10 മണി വരെ നമ്മൾ മുടക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ്. അപ്പൊ ഇന്നിപ്പോ 9 മണി ആയിട്ടുള്ളൂ. നല്ല റേറ്റ് ഇവിടുന്നൊക്കെ നേരത്തെ എയർപോർട്ട് പോകാൻ വേണ്ടി 600 രൂപ 700 രൂപ കാണിച്ചോണ്ടിരുന്നിടത്ത് ഇന്നിപ്പോ ഞാൻ റേറ്റ് നോക്കിയപ്പോ 1100 രൂപയാണ് ഏത് എയർപോർട്ടിലോട്ട്. അപ്പൊ എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം. ഇതിപ്പോ ഒരാഴ്ച ഇങ്ങനെ ഒരു 3 മണിക്കൂർ വെച്ചിട്ട് അങ്ങോട്ട് കുറയ്ക്കാനുണ്ടല്ലോ, തന്നെ റേറ്റ് കൂടും. കാരണം മറ്റുള്ള യൂബറിന് എത്ര ഈ 3 മണിക്കൂറിന്റെ യൂബറിന് എത്ര രൂപയുടെ നഷ്ടമാണ് വരുന്നതെന്ന് അറിയാം. നമുക്ക് 3 മണിക്കൂർ കൊണ്ടോ ഒക്കെ അത്രേ ഉള്ളൂ. പക്ഷെങ്കിൽ യൂബറിന് ഒരാളല്ലല്ലോ, 10,000 വണ്ടികൾ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഒരാളിൽ നിന്ന് ഈ കമ്മീഷൻ കൂടാണ്ട് പ്ലാറ്റ്ഫോം ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 49 രൂപ വെച്ച് ഡെയിലി പിടിക്കുന്നുണ്ട്. അത് തന്നെ വെച്ച് കൂട്ടി നിൽക്കും, നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തിനായാലും നമ്മൾ ഇന്നിപ്പോ സംഘടന നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയെന്നൊക്കെ നമുക്ക് നിർദ്ദേശം വന്നായിരുന്നു. ഇന്നിപ്പോ 7 മണി മുതൽ 10 മണി വരെ ഓടരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ പിന്തുണച്ച് 3 മണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ, അത് നമുക്കും കൂടെ ഗുണം ചെയ്യും എന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാരും കൂടെ സംഘടിതരായിട്ട് നിന്നാലേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ ന്യായത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെങ്കിൽ അതുകൊണ്ട് അവര് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ച് 3 മണിക്കൂർ ഓഫ്ലൈനിൽ പോകാൻ തീരുമാനിച്ചു. ഇവിടെ ചെറുതായിട്ട് ഇപ്പൊ യൂബർ ഓട്ടോയ്ക്ക് നല്ല ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഓഫ്ലൈനിൽ പോകാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ 9 മണിയായി, ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഇത് ഒരാഴ്ച തുടർന്ന് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം. അപ്പൊ നമുക്ക് 10 മണി കഴിഞ്ഞ് നമ്മുടെ സമരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് CNG ഒക്കെ അടിച്ച് കുണ്ടന്നൂർ ഒന്ന് റെഡിയായി കിടക്കാം കേട്ടോ. 10 മണി ആകുമ്പോ നമുക്ക് ഓൺലൈനിൽ കയറാം. ഓക്കെ, അപ്പൊ CNG അടിച്ചിട്ട് കാണാം. യൂബറിന്റെ അത്തപ്പൂ കേട്ടാ,
എന്താല്ലേ സമരത്തോടനുബന്ധിച്ചുള്ള ഇതാണ് കേട്ടാ, വണ്ടിയില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ ഓണാക്കി അപ്പൊ തന്നെ നമുക്ക് റാപ്പിഡ് കേരള സഫാരിയുടെ ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് അടിച്ചു. 10 മണിയായേ ഉള്ളൂ, അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. യൂബറൊന്നും ഓണാക്കാൻ പറ്റിയില്ല, അതിന് മുന്നേ ഓണാക്കിയ ട്രിപ്പ് അടിച്ചു. 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു, 275 രൂപ നമുക്ക് ലഭിച്ചേട്ടാ. ഇപ്പൊ നമ്മളുള്ളത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. നമ്മള് യൂബർ ഓണാക്കിയിട്ടില്ല, റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ വെറുതെ യൂബറിന്റെ ഓണാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ സംഭവം കണ്ട എന്താ പറയാ, മൊത്തം സെർച്ച് കൊടുത്തേക്കാണ് കേട്ടാ. മൊത്തം നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ സെർച്ച് ഉണ്ട്. ഏതായാലും നമുക്ക് ഓണാക്കി നോക്കാം, എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം കേട്ടാ. ഓണാക്കി നോക്കാം. ഏതായാലും ഓണാക്കിയിട്ടുണ്ട്. ഇതേ അടിച്ച് 245 കത്രിക്കട. ഇതെവിടെ നിന്നാണോ? മട്ടാഞ്ചേരി എന്നാണ് കേട്ടാ. മട്ടാഞ്ചേരി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകാനാ? ഓ, ഇത് ഭയങ്കര ലോങ്. പള്ളുരുത്തിന്ന് 372 രൂപ. പാലാരിവട്ടം പോകാനാണ് കേട്ടാ. പള്ളുരുത്തിന്നാണ്. ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം. 7 കിലോമീറ്റർ ഉണ്ട്, 372 രൂപ. ഓക്കെ, നമുക്കപ്പോൾ ആ ട്രിപ്പ് എടുക്കാം കേട്ടാ. ഒരു വെയിറ്റ് ചെയ്യും, വണ്ടി കിട്ടാനില്ലാത്തോണ്ടേ. ഇതിപ്പോ ഉള്ള അവസ്ഥ എന്നാന്ന് വെച്ചാണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറമേ നമുക്ക് ട്രിപ്പ് അടിക്കും. അതിനുള്ള മാർഗം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പണി വരും. ഓക്കെ, ഒരു സൂര്യനാണ് കേട്ടാ. അപ്പൊ നമുക്ക് സൂര്യനെ പിക്ക് ചെയ്യാം. 7 കിലോമീറ്റർ ഉണ്ട്, എന്തായാലും വേണ്ടില്ല, നമ്മള് പോയി പിക്ക് ചെയ്യാം. കാരണം ഇന്നിപ്പോ നമ്മള് 3 മണിക്കൂർ പോയല്ലോ. ഇതിപ്പോ കുഴപ്പമില്ല, 14 കിലോമീറ്ററിന് 372 രൂപ ഉണ്ട് കേട്ടാ. വലിയ കുഴപ്പമില്ലാത്ത ഫെയർ ഉണ്ട്. ഇന്നിപ്പോ സർജി കിടക്കുന്നോണ്ടാണ് കേട്ടോ. ഇന്നത്തെ ഫെയർ വെച്ചോണ്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഏതായാലും നമുക്ക് ട്രിപ്പ് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ഒബ്രാമോളിന്റെ സൈഡിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് പള്ളുരുത്തിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് ഇവിടെ ക്ലോസ് ചെയ്തു. 420 രൂപയായിരുന്നു ക്യാഷ് കളക്റ്റഡ്. നമുക്ക് 354 രൂപ ലഭിച്ചു കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു, 420 രൂപ ക്യാഷ് കളക്റ്റഡും 354 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. പിന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ട്രിപ്പ് വരട്ടെ കേട്ടോ. നമുക്ക് റാപ്പിഡോയിൽ ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പാലാരിവട്ടത്തു നിന്നാണ്, ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മളുള്ളത് പള്ളിക്കര വണ്ടർലയിലാണ് കേട്ടോ. നമുക്ക് 287 രൂപയാണ് നമുക്ക് ലഭിച്ചത്. 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 287 രൂപ പെർ കിലോമീറ്ററിന് 22.92 രൂപ വെച്ച് ലഭിച്ചു കേട്ടോ. 10 രൂപ ലോങ് പിക്കപ്പ് ഫെയർ എന്ന് പറഞ്ഞിട്ട് 10 രൂപ അതും കിട്ടി. അപ്പൊ ടോട്ടലി 287 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ യൂബർ ഓണാക്കിയിട്ടില്ല, കേരള സഫാരിയും റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മള് വണ്ടർലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇതാണ് കേട്ടോ കാണുന്നത്. ഇന്നിപ്പോ തിങ്കളാഴ്ച ആണെന്ന് നല്ല തിരക്കുണ്ട് അവിടെ. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. തമിഴ്നാട് വണ്ടിയാണ് കേട്ടാ. ഏതായാലും നമ്മള് മൊത്തം 3 ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലി 3 ആപ്പിലും കൂടെ 3 ട്രിപ്പാണ് ലഭിച്ചേക്കുന്നത്. നമുക്കൊരു ചായ കുടിക്കാം, 12 മണിയായി. അതിലും തക്കാലം ഒരു ചായയിൽ നിർത്താം. ഓക്കെ, വണ്ടർലയോട് പറ്റ തന്നെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ കടയിൽ അവിടെ വരെ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കാം.
ചായ കുടിക്കാത്തതിന്റെ ഒരു സുഖം തോന്നുന്നില്ല. അതുമല്ല തണുപ്പാണ്, മഴയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വരാം. ഓക്കെ. വണ്ടർലേ നമ്മള് ഇപ്പൊ ഒന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞോട്ടെ. നമുക്ക് ട്രിപ്പൊന്നും വരുന്നില്ല. നമ്മൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോ റാപ്പിഡോയിൽ ഒരു 380 രൂപ ട്രിപ്പ് വന്നു. പക്ഷെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ചാടി എടുത്തെങ്കിൽ പോലും കിട്ടിയില്ല. വീണ്ടും നമ്മള് യൂബറും റാപ്പിഡോയും യാത്രയൊക്കെ ഓണാക്കിയിട്ടൊക്കെയാണ് കേട്ടാ. അടുത്ത ട്രിപ്പ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ സമയം 12:34 കേട്ടാ. നമ്മള് 3 മണിക്കൂർ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് കേട്ടാ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ. ട്രിപ്പ് വരുമല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ വണ്ടർലയുടെ അവിടുന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റിലേക്കാന്ന് തോന്നുന്നു, എങ്ങോട്ടാന്ന് നോക്കിയില്ല. ഒരു 315 രൂപയുടെ ട്രിപ്പാണ്. അപ്പൊ നമ്മൾ ആ ചാടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും ആ ട്രിപ്പ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് കൂത്താട്ടുകുളം ശ്രീധരിയും ആയുർവേദ ഹോസ്പിറ്റലിലാണ് കേട്ടോ. നമുക്ക് പള്ളിക്കരയിൽ റാപ്പിഡോയിലാണ് കലൂര് ശ്രീധരയും ഹോസ്പിറ്റലായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത്. അത് അവർക്ക് അതിന്റെ മെയിൻ ഹോസ്പിറ്റലിലോട്ടായിരുന്നു പോകേണ്ടത്. അവരുടെ മെയിൻ ഹോസ്പിറ്റല് കൂത്താട്ടുകുളത്താണ്. കലൂരുള്ളത് ബ്രാഞ്ചാണ്. അപ്പൊ അവർക്ക് കൂത്താട്ടുകുളത്തോട്ട് പോകണമായിരുന്നു. അപ്പൊ അവര് റാപ്പിഡോയിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. കാരണം റാപ്പിഡോയ്ക്ക് ബൗണ്ടറിക്ക് പുറത്താണ് കൂത്താട്ടുകുളം. അതുകൊണ്ട് അവരെന്നോട് ചോദിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, റേറ്റ് തന്നാൽ അവരെ 1000 രൂപ റേറ്റ് പറഞ്ഞ് അവരെ ഇവിടെ കൊണ്ടുപോയി എത്തിച്ചു. ഇവിടെ എത്തിച്ച് സ്ഥലം സിറ്റുവേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇവിടുന്ന് റിട്ടേൺ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് ഉള്ളേരിയാണ്. അപ്പം അവരെന്നോട് ചോദിച്ചു വെയിറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങോട്ട് 1200 രൂപ ആവും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പള്ളിക്കര വരെ പോകണ്ട, ഞങ്ങൾക്ക് ഇരുമ്പനം വരെ പോയാൽ മതി, അടുത്തതിന് ഇരുമ്പനത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു 900 രൂപയ്ക്കാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അവരും ഓക്കെ പറഞ്ഞു. അപ്പൊ 1 മണിക്കൂറത്തേക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളിപ്പം ശ്രീധരേവ് ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 2:20 ആയിട്ടാ. അപ്പൊ എന്തായാലും സെക്രട്ടറി ചോദിച്ചപ്പോ ഇവിടെ ക്യാൻറ്റീനിൽ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചെന്ന് നോക്കാം, എന്തൊക്കെയാണ് ഉള്ളതില്ലെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഓക്കെ, എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ, നോക്കാം. ഓക്കെ, ശ്രീധരേവ് ക്യാൻറ്റീനിലെ ഓണാണ് കേട്ടോ. ബീട്രൂട്ട് തോരനുണ്ട്, കത്രിക്ക എന്തോ ഒരു കറിയുണ്ട്, സാമ്പാറുണ്ട്, തൈരുണ്ട്, മോരുകറിയുണ്ട്, എന്തോ എല്ലാം ഓക്കെ കണ്ടോ. ഇതാണ് അതിൻ്റെ ക്യാൻറ്റീൻ. അപ്പൊ നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ കസ്റ്റമർ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് അവരെ ഇരുമ്പലത്ത് ഡ്രോപ്പ് ചെയ്യണമെന്ന് കേട്ടോ പറഞ്ഞ്. ഓക്കെ, അപ്പൊ നമുക്ക് ആളെ പിക്ക് ചെയ്യാം. ഇപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മള് ഇപ്പൊ കുണ്ടന്നൂര് വന്നു കേട്ടോ. അപ്പൊ നമുക്ക് പേഴ്സണൽ ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. റാപ്പിഡോയിലാണ് ആ ട്രിപ്പ് വന്നത്. അപ്പൊ റാപ്പിഡോയ്ക്ക് കൂത്താട്ടോളത്തോട്ട് കിട്ടുകയില്ലാത്തതുകൊണ്ട് അത് ഓഫ്ലൈൻ ആക്കി പേഴ്സണലായിട്ട് പോകേണ്ട വന്നു കേട്ടോ. അപ്പൊ അങ്ങോട്ട് 1000 രൂപയും കിട്ടി, ഇങ്ങോട്ട് 900 രൂപയും കിട്ടി കേട്ടാ. അങ്ങനെ നമ്മളിപ്പം ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പൊ നമ്മളിന്ന് രാവിലെ 10 മണിക്കാണ് ഇറങ്ങിയെങ്കിൽ പോലും കിട്ടിയത് എല്ലാം വലിയ ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ യൂബർ അധികമായിട്ട് ഓണാക്കിയില്ല. നമുക്ക് യൂബർ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് നമുക്കൊരു ട്രിപ്പ് കിട്ടിയത് 356 രൂപ ട്രിപ്പായിരുന്നു. 375 ആയിരുന്നു. 400 ചില്ലറാണ്ട് കിട്ടി. അതില്
356 കണ്ട് നമുക്ക് ലഭിച്ചു. ബാക്കിയൊക്കെ യാത്രയിലും റാപ്പിഡോയിലാണ് കിട്ടി കേട്ടോ. ഏതായാലും നമുക്ക് ആ ട്രിപ്പ് കിട്ടിയാണ്ട് ആ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് 1900 രൂപയോളം കിട്ടി. അങ്ങനെ നമ്മളിപ്പോ ഇന്നത്തെ ട്രിപ്പ് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ പേഴ്സണൽ ട്രിപ്പ് എന്നൊക്കെ പറയാം. ശ്രീധരയും ആയുർവേദ ഐ ഹോസ്പിറ്റലാണ് കൂത്താട്ടുളം. അപ്പൊ അവർക്ക് കലൂർക്കാണ് അവർ ബുക്ക് ചെയ്ത്. പക്ഷെ അവിടെ അല്ല അവർക്ക് പോകേണ്ടത്. അവർക്ക് മെയിൻ ഹോസ്പിറ്റൽ അവിടെ ആയിരുന്നു അവരുടെ. അപ്പൊ അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയൊക്കെ പോയി അവരെയൊക്കെ കൊണ്ടാക്കി എല്ലാം സെറ്റാക്കി വന്നു. നമ്മൾ തിരിച്ചു വന്നു. ഇനിയിപ്പോ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ.